അനീഷ് അനുമോൾ പ്രണയം അല്ല, അനീഷിന്റെ അനുമോളോടുള്ള പ്രണയം, അങ്ങനെ വേണം പറയാനായിട്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആ ഒരു ലവ് സ്റ്റോറി തന്നെയാണ്. ഈ വീക്കെൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്കേ അനീഷ് ഭയങ്കര ഒരു എന്റെ പ്രണയം നിരസിച്ച അനുമോളോട് ഞാൻ ജീവിതത്തിൽ മിട്ടത്തില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇന്ന് അനീഷ് കുറച്ചുകൂടെയൊക്കെ മയപ്പെട്ടു. ഇന്നത്തെ എപ്പിസോഡില് അതെ അതെ ഒരു റൊമാൻറ്റിക് ഹീറോ വൈബാണ് ഇന്ന് അനീഷിന് ഉണ്ടായിരുന്നത് ബിഗ് ബോസില്. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് ഇതൊരു പ്രാങ്ക് ആണോ അല്ലേ? നമ്മളെല്ലാരും വിചാരിച്ചിരുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ ഇതെന്നാലും ലാലേട്ടൻ കാണിക്കും എന്നുള്ള കാര്യത്തിൽ അത് 100% ഉറപ്പായിരുന്നു. അനീഷ് എന്ത് മറുപടി പറയും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഇല്ല എന്റെ മനസ്സിൽ സത്യസന്ധമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം വന്നു തോന്നി എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെ ഫൈൻ. അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു സ്വാഭാവികമാണ്. മനുഷ്യരാകുമ്പോൾ അങ്ങനെ സംഭവിക്കാം. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരിക്കലെങ്കിലും പ്രണയം തോന്നാത്ത ഒരാൾ മണ്ടൻ എന്നാണ് ലാലേട്ടൻ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, നല്ല കാര്യം. പക്ഷേ ഈ സമയത്ത് ഇത് വേണമായിരുന്നോ എന്നൊരു ചോദ്യമാണ് അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ലാസ്റ്റ് മിനിറ്റില് ആ ചോദ്യത്തിന് മറുപടി ഉണ്ട്. ഈ ഒരു പ്രണയം അനീഷ് തുറന്നു പറയുന്നത് കൊണ്ട് അനീഷിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അനുമോൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ അനുമോൾ ഈ സീസണിന്റെ വിന്നർ ആകുമെന്ന് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിന്നർ ആകും എന്ന് ഞാൻ ജസ്റ്റ് ഒരു മൊത്തത്തിലുള്ളൊരു ഫ്ലോ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിന്നർ അനുമോളാന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് തേർഡ് ഫോർത്ത് പൊസിഷനിലേക്കുള്ള ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അനീഷാണ് ഞാൻ കണ്ടത് വെച്ച് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ കണ്ട ബിഗ് ബോസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് അനീഷ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരും, ഷാനവാസ് തേർഡ് ആവും, നൂറ ഫോർത്തിൽ ഒരു പൊസിഷൻ നൂറയ്ക്ക് കിട്ടാം, അക്ബർ ഉണ്ടാവും, അക്ബർ ഒരു ഫിഫ്ത് പൊസിഷനിലേക്ക് വരും. ഇതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ഇങ്ങനെയായിരുന്നു. അക്ബറും വേണമെങ്കിൽ ഒരു ഈ ഫോർത്ത് ഫിഫ്ത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം. ഓക്കെ, എന്റെ വ്യൂ പോയിന്റിൽ ഷാനവാസ് ആക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിലുള്ള ഒരു വോട്ടിംഗ് പരിപാടിയും കാര്യങ്ങളും വെച്ചിട്ട് പറയാൻ പറ്റില്ല. ആദ്യം വിക്റ്റായി പോവാണെന്നുണ്ടെങ്കിൽ 100 അവിടേക്ക് വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അനീഷ് ആൻഡ് അനുമോൾ തന്നെയായിരുന്നു. പക്ഷേ അനീഷ് ആ ഗ്രാഫിൽ നിന്ന് ഭയങ്കരമായിട്ട് താഴേക്ക് പോയി. ഇന്നിപ്പോ അനുമോൾ വളരെ കൃത്യമായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. അതിലായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോ തോന്നുന്നത് അങ്ങനെയല്ല, അങ്ങനത്തെ വികാരം അനീഷേട്ടനോട് എനിക്ക് ഇല്ല, എനിക്ക് കൂടെ ആലോചിക്കാനൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അനുമോള് പക്ക പാത്താണ്. അനുമോളുടെ ആ ഒരു ഈ വിഷയത്തിൽ അനുമോൾ എടുക്കുന്ന എനിക്ക് വേണ്ടപ്പെട്ട രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാം. അല്ല, അനുമോള് ഇതില് ബിഗ് ബോസിനകത്ത് ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം പക്ക കറക്റ്റ് ആണ്. കാരണം അനുമോളെ സംബന്ധിച്ചോളം ഇവിടെ വെച്ചൊരു ഇനി അതായത് ഫിനാലയിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് വീക്കിൽ ഒരു പ്രണയത്തിന്റെ ആവശ്യം ഇല്ല. അനീഷിനാണെങ്കിൽ തന്നെ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനുമോളത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അനീഷിന് ചിന്തിക്കാമായിരുന്നു, ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ ഈ ഒരു സാധനം ഞാൻ ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ എന്റെ വോട്ടിങ്ങിൽ, കാരണം ഒരാഴ്ചയുടെ കഴിഞ്ഞ് പുറത്തു പോകുമല്ലോ, ഇപ്പോഴേ അനുമോളെ ഒരു പ്രണയത്തിലേക്ക് വീഴ്ത്തേണ്ട ആവശ്യമൊന്നും അനീഷിനില്ല. അപ്പൊ അനീഷ് ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് പ്രപ്പോസ് ചെയ്യാം. കാരണം ആലോചിച്ച് നോക്കിയേ, അനുമോൾ അനീഷ് പ്രപ്പോസ് ചെയ്യുന്നതുകൊണ്ടും പ്രണയം തുറന്നു പറയുന്നതുകൊണ്ടും അനീഷിന് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സിമ്പതി കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ലവ് ട്രാക്ക് ഇഷ്ടപ്പെട്ട അനീഷിനെ പ്രത്യേകിച്ച് ഒരു വോട്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ ഈ രീതിക്കല്ല, കുറച്ച് ഒരു സഹതാപം ഇല്ലാതെ ഒരു റൂഡായിട്ട് ഒന്ന് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഒരു സഹതാപം കിട്ടിയത്. അനുമോൾ അങ്ങനെയും ചെയ്തില്ല. അനുമോൾ വളരെ പക്വതയായിട്ട് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തു. ഇന്നാണെങ്കിൽ തന്നെ അനുമോളുടെ സ്റ്റാൻഡാ പറയുന്നത്. ഇപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പ്രണയത്തെ നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റില്ല. ഐ മീൻ ഇപ്പോ അതായത് അനീഷിനെ പ്രണയിക്കേണ്ടെന്ന് അനുമോക്ക് പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അനുമോളാണ് യെസ് ഓർ നോ പറയേണ്ടത്. അവിടെ അനുമോക്ക് നോ ആണെങ്കിൽ നോ ആണ്. ഓക്കെ, അനീഷും നല്ല കാര്യം, അനീഷിനും അനുമോളോട് പ്രണയം തോന്നാം, ഇഷ്ടം തോന്നാം, തുറന്നു പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് ഈ സമയത്ത് ഇപ്പോൾ വേണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് പറയുന്നതുകൊണ്ട് അനീഷിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ചെറിയ മൺതരി പോലും ഗുണം അനീഷിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി എന്തായാലും ലാലേട്ടൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അനീഷിന് ഇനി ഇതിന്ന് മാറാനും പറ്റൂല. അതായത് കടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അവസ്ഥയിലാണ്. മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അനീഷിന്റെ കാര്യം പോവും. ഇത്രേ ഉള്ളൂ. അനീഷിന്റെ ആ ഒരു ഗ്രാഫ് താഴേക്ക് പോകും ഈ ഒരു കാര്യം വന്നുകൊണ്ട്. അനുമോളുടെ ഗ്രാഫ് ഒരുപാട് മുകളിലേക്ക് പോവുകയും ചെയ്യും, അനുമോൾക്ക് ഒരുപാട് ഗുണം കിട്ടുകയും ചെയ്യും. അതാണ് ഇതിന്റെ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആൾക്കാർ കുറെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഷാനവാസനാണെങ്കിൽ തന്നെയും
ഒരു മിത്രത്തെ പോലെ കണ്ടിട്ട് ഷാനവാസിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടില്ല. അക്ബർ ഒരു പോയിട്ട് പറഞ്ഞു, രണ്ടുപേരും ഒരേപോലെയാണ്. അതായത് അത് അക്ബർ ഊക്കിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അക്ബർ ഇന്നത്തെ എപ്പിസോഡിൽ നന്നായിട്ട് ഊക്കുന്നുണ്ടായിരുന്നു. അതായത് കിട്ടിയ ചാൻസ് അക്ബർ എവിടെയും വിട്ടു കൊടുത്തില്ല, എല്ലായിടത്തും അക്ബർ സ്കോർ ചെയ്തു. അല്ല, ഈ കഴിഞ്ഞൊരു വീക്ക് മൊത്തത്തില് അക്ബറിന് അത് സ്കോർ ചെയ്യാനുണ്ടായിരുന്നു. സത്യം ഈവൻ ആ ചോറിന്റെ പാത്രമായിട്ട് വന്നത് പോലും അത് യൂസ് ചെയ്യാനുള്ളത് അത് അക്ബർ യൂസ് ചെയ്തു. അക്ബർ ഈ ആഴ്ച എല്ലാം, അതായത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അനുമോളിന്റെ അനീഷിന്റെയും കാര്യം എല്ലാം ഓക്കെ ഫൈൻ, കാരണം അവർ ഒന്നിക്കോട്ടെ പുറത്തിറങ്ങുമ്പോൾ തീരുമാനിക്കണമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. പക്ഷെ അക്ബറോടെ പറഞ്ഞു വെക്കുന്ന ഒരു ഊക്കൂടെ ഉണ്ടായിരുന്നു. അതായത് അനീഷിന്റെയും അനുമോളുടെയും ക്യാരക്ടർ ഏതാണ്ട് സെയിം ക്യാരക്ടർ ആണ്, അതുകൊണ്ട് ഇവര് തമ്മിൽ തന്നെ ചേരട്ടെ എന്നുള്ള രീതിയിൽ അക്ബർ സംസാരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതായത് അക്ബർ അവർ രണ്ടുപേരുടെയും ക്യാരക്ടർ സൂപ്പർ ആണെന്നല്ല പറഞ്ഞു വെച്ചത്, രണ്ടും നല്ലതാണല്ലോ, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അക്ബർ സംസാരിച്ചത്. അത് മാത്രമല്ല, നൂറയുടെ ക്യാപ്റ്റൻസി വന്നപ്പോഴത്തേക്ക് അക്ബർ അവിടെ സംസാരിക്കുന്നുണ്ട്, നോമിനേഷൻ വിഷയത്തെ അക്ബർ സംസാരിക്കുന്നുണ്ട്, അതായത് കിച്ചൺ വിഷയത്തിൽ അനുമോളുടെ സ്റ്റാൻഡിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് അക്ബറിന് കഴിഞ്ഞ ആഴ്ച തലയും താഴ്ത്തി കുമ്പിട്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നെങ്കിൽ അതെ, ഈ ആഴ്ച അക്ബർ കിട്ടിയ ചാൻസ് എല്ലാം മുതലാക്കി തിരിച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ, കേരള പിറവി വൈബ് ആ ഒരു പരിപാടിയാണ്, കുറെ ക്വിസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ അനീഷ് അനുമോൾ ആ ഒരു ടോപ്പിക്കിന് ശേഷം പിന്നീട് ചർച്ചയായത് മെയിനായിട്ട് നൂറയുടെ ക്യാപ്റ്റൻസിയാണ്. നൂറയുടെ ക്യാപ്റ്റൻസിയിൽ നൂറ തന്നെ പറയുന്നുണ്ട്, ആദിലയും ഷാനവാസും അനുമോളും ഇവര് മൂന്നുപേരും മാത്രം സഹകരിച്ചില്ല, കാരണം അവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആദില അനുമോൾ പിന്നെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുമായിരുന്നു. ഷാനവാസ് ആണെങ്കിൽ തന്നെയും തന്നോടത്ര നന്നായിട്ടല്ല അവർ ആ ഒരു ഫ്രീഡം എടുക്കും, ആ ഫ്രീഡം എടുത്തൊരു പെരുമാറിയത് കൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് നിന്നു പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു ഈ എപ്പിസോഡിൽ, നെവിന്റെ ആ പണപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ബിഗ് ബോസ് തന്നെ ഒരു മാറ്റം, ഒരു നയം മാറ്റും, നെവിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നന്നായി, കാരണം നെവിനെ സംബന്ധിച്ചോളം ഞാൻ ഇനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെവിൻ അത് ഡിസർവിംഗ് ആണ്. ആ പണപ്പെട്ടി അല്ലെങ്കിൽ പണം ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഡിസർവിംഗ് അത് അവിടെ നെവിൻ അല്ല, അതിന് നൂറുണ്ട് ഇല്ലെന്നൊരിക്കലും ഞാൻ പറയില്ല. എനിക്ക് തോന്നുള്ളൂ അല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നെവിന് ഫാമിലി ഉണ്ട്. നെവിന് ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. നെവിനൊരു ഫാമിലി ഉണ്ട്. ആദില നൂർ എന്ന് പറയുന്നവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഇല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസർവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആദില നൂർ തന്നെയാണ്. ബട്ട് നെവിനെ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആദിലയ്ക്കും നൂറയ്ക്കും ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത്, അതായത് പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ, പല കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഒരുപാട് കിട്ടും. പ്രത്യേകിച്ച് ആദിലയും നൂറയും രണ്ടുപേരും പെൺകുട്ടികളായതുകൊണ്ട്, ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടും അവരെ വിളിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും. നെവിനും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ നെവിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഈ ഒരു പരിപാടി വന്നു കഴിഞ്ഞപ്പോൾ ഈവൻ ആര്യന്റെ ഫാമിലി ആണെങ്കിലും ഷാനവാസിന്റെ ഫാമിലി ആണെങ്കിലും എല്ലാരും വന്ന് അക്സെപ്റ്റ് ചെയ്തതും കെട്ടിപ്പിടിച്ചതും ഇവരെയാണ്. അല്ല, ഞാൻ ആ കാര്യമല്ല പറയുന്നത്, പൈസ ഉണ്ടാക്കുന്ന പുറത്തുള്ള പ്രൊമോഷൻ വർക്കിന്റെ കാര്യം ഞാൻ പറയുന്നത്. അല്ല, അവർക്ക് വർക്ക് കിട്ടും, ഉറപ്പായിട്ടും ആദിലേക്ക് നൂറിക്കും വർക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നെവിനും വർക്ക് കിട്ടും. ഒരു എന്റർടൈനർ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ നെവിനും വർക്ക് കിട്ടും. പക്ഷെ ഒരു കൂടുതൽ വർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ആദിലേക്കും നൂറിക്കും ആയിരിക്കും. അത് മാത്രമല്ല, ബിഗ് ബോസിന്റെ പേയ്മെന്റ് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേര് രണ്ട് മത്സരാർത്ഥികളാണ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് പേയ്മെന്റ്സ് ഉണ്ട്. നെവിന് സെപ്പറേറ്റ് പേയ്മെന്റ് നെവിനില്ല. നെവിന് ഒറ്റയാളുടെ പേയ്മെന്റേ ഉള്ളൂ. ഏറ്റവും കുറവ് പേയ്മെന്റും നെവിനാണ്. അപ്പോൾ നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവന്റെ ഒരു റൈറ്റ് ആണ്, അവനത് വേണ്ടതാണ്. അപ്പോൾ ലാലേട്ടൻ അത് പറഞ്ഞത് നന്നായി. നെവിന് നിനക്ക് നാളെ ഒരു ടാസ്ക് തരാം, ആ കാറിൽ പോയിട്ട് പണം എടുക്കുന്ന ഒരു ടാസ്കിന്റെ അതിന്റെ തന്നെ ഒരു വേർഷൻ നെവിന് വേണ്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, കാരണം അത് നെവിനത് അർഹതയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളുടെ കുറച്ച് കിച്ചൺ ഡ്രാമ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ കിച്ചൺ ഡ്രാമ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ലാലേട്ടൻ ചോദിച്ചൊരു കൃത്യമായിട്ടുള്ള ചോദ്യമുണ്ട്. അനുമോള് ഈ ഫുഡ് വെച്ചിട്ട് അനുമോള് തന്നെ വിളമ്പി കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇഷ്ടമുള്ള ആൾക്കാർ വിളമ്പി കഴിച്ചോളും, എന്തിനാണ് അനുമോള് തന്നെ എല്ലാത്തിനും നിൽക്കുന്നേ? ഞാൻ അതിനുള്ള മറുപടിയും അത് എല്ലാവർക്കും അറിയാം. അത് അനുമോളുടെ ഒരു കോണ്ടന്റ് ആണ്. ഈ ഫുഡ് കിച്ചൺ എന്ന് പറയുന്നത് അനുമോളുടെ ഏരിയ ആണ്, അനുമോളുടെ കോണ്ടന്റ് ഏരിയ ആണ്. അനുമോൾ കിച്ചൺ നിങ്ങൾ ആലോചിക്കാൻ മതി, അനുമോൾ സൃഷ്ടിച്ചെടുത്ത കോണ്ടന്റുകളിൽ കുൽസിതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കിച്ചൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഫൈറ്റുകളാണ്. അനുമോൾ ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യും, ആ ഫുഡ് വീതം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അനുമോൾ ഒരു ഫൈറ്റ് ഉണ്ടാക്കും, അവിടെ തല്ലുണ്ടാക്കും. അപ്പോൾ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന, അനുമോൾക്ക് കരയാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് അനുമോൾക്ക് ഒറ്റപ്പെടാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ അനുമോൾ നിങ്ങൾ ആലോചിക്കാൻ മതി, അനുമോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡിന്റെ പേരിൽ മറ്റുള്ള ആൾക്കാർ വീതം വെക്കുന്ന കാര്യത്തിലോ ഉണ്ടാക്കിയതിന്റെ പേരിലോ ടേസ്റ്റിന്റെ പേരിലോ വഴക്കിട്ട് കഴിഞ്ഞാൽ
അനുമോൾക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാം, അനുമോൾക്ക് തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ സ്പേസ് അവിടെ കിട്ടും, അനുമോൾക്ക് ഒറ്റപ്പെട്ട് നിൽക്കാം, അനുമോൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, അനുമോൾക്ക് കരയാം. ഇതൊക്കെ അനുമോൾക്ക് കിച്ചൺ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പരിപാടി ഫ്ലോറിന്റെ പരിപാടിയിലോ ബാത്റൂമിന്റെ പരിപാടിയിലോ ഒരു പരിധിവരെ വെസലിന്റെ പരിപാടിയിലൊന്നും പറ്റൂല. അനുമോൾ എന്തുകൊണ്ട് കിച്ചണിൽ കയറി വിരകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് നന്നായിട്ടറിയാം അതുവഴി തനിക്ക് കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്ഷണം വീതം വെപ്പിന്റെ കാര്യത്തിലൊക്കെ അനുമോൾ ഇതിനു മുമ്പും ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോള് ഓർമ്മയുണ്ടോ സീസൺ തുടക്ക സമയത്തൊക്കെ അനുമോള് എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറിക്കിടന്ന ആപ്പിള് കട്ട് നിന്ന പരിപാടിയൊക്കെ ഉണ്ട്, ആരും കാണാന്നൊക്കെ. അതൊക്കെ അനുമോളുടെ ഒരു പക്ക ഗെയിം ഡ്രാമയാണ്. അത് ഡ്രാമയാണ്, പക്ഷെ ഇൻ ദ സെൻസ് അതൊരു ഗെയിം കൂടെയാണ്. അനുമോൾക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു ഗെയിം കൂടെയാണ്. അതല്ലെന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് അനുമോളുടെ ബുദ്ധി തന്നെയാണ്. അനുമോളുടെ ആ ഒരു ഗെയിമിന് മറ്റുള്ള ആൾക്കാർ വീണ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ് പോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച അനുമോൾ കാണിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അരിങ്കലം ബുക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പരിപാടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതെ, പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും അക്ബറിന് നേരെ തിരിച്ചതിന്റെ കർമ്മ അനുമോക്ക് അത് കിട്ടുകയും അനുമോക്ക് ആ കർമ്മ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അക്ബർ അത് സ്കോർ ചെയ്യുകയും ചെയ്തു. അക്ബർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അനുമോൾ ഫുഡ് വെച്ചപ്പോഴത്തേക്കും ഫുഡ് ഒരുപാട് വേസ്റ്റ് ആയി മിച്ചം വന്നു. അത് സാബുമാനാണ് അരി കിട്ടുകയെന്ന് ആദ്യം അനുമോൾ പറയുന്നു. സാബുമാൻ്റെ അടുത്ത് അരിയിടാൻ പറഞ്ഞ അനുമോളാണെന്ന് അക്ബർ കണ്ടുപിടിക്കുന്നു. അനുമോൾ വെട്ടു. അത് മാത്രമല്ല അനുമോൾക്ക് പറ്റിയ വേറൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് അനുമോൾ അങ്ങ് മാറിയിട്ട് നെവിനത് വെസലിലേക്ക് പോയി നിവിനത് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ അത് ഓഡിയൻസ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അവർ നോക്കുമ്പോൾ അനുമോൾ ചെയ്ത് നിങ്ങൾ ഈ ബിഗ് ബോസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ തെറ്റ് ചെയ്താൽ ആരെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ? അവർ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ പഠിക്കണം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ റിവ്യൂവിനത് അനുവിനെ കുറ്റം പറയുമല്ല, അത് അനു ചെയ്ത നല്ലത് ഞങ്ങൾ പറയുന്നുണ്ട്, ചീത്തയും പറഞ്ഞു. ഞങ്ങൾ ആ എപ്പിസോഡിനെയാണ് റിവ്യൂ ചെയ്യുന്നത്, അല്ലാതെ അവിടെ ഒരാളെ അങ്ങനെ അനുമോൾ തെറ്റ് ചെയ്തെങ്കിൽ നമ്മളത് തെറ്റാണെന്ന് പറയണ്ടേ? നമ്മൾ എന്തിനാണ് അതിനെ വെറുതെ ന്യായീകരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് അവരും പൊടിയും തട്ടി വീട്ടിൽ പോയി അവർക്ക് കിട്ടാനുള്ള കാശും വാങ്ങിച്ച് അവർക്ക് കിട്ടാനുള്ള വർക്കും കിട്ടി അവരങ്ങ് പോവും. ഇവിടെ ഇരുന്ന് ഈ കമന്റ് ചെയ്ത് മറ്റേ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാശ് കിട്ടും അല്ലേ, നമ്മുടെ അക്കൗണ്ടിൽ കാശ് വീഴും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അന്തങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ അന്തം ഫാൻസ് ആയി പോകരുത്. സിജോ കഴിഞ്ഞ വർഷം ബിഗ് ബോസിൽ പോയി, അനുമോൾ ഇത്തവണ ബിഗ് ബോസിൽ വന്നു, അല്ലെങ്കിൽ 10-40 പേര് കഴിഞ്ഞ 2 സീസണായിട്ട് ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ പങ്കെടുത്ത് എല്ലാവർക്കും കാശ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് അതിനുശേഷം കാശ് ഒരുപാട് വർക്കിലൂടെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവർ പല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അന്തങ്ങളായി പോകരുത്. നിങ്ങൾ അന്തങ്ങളാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടത്തില്ല എന്നുള്ളതാണ്. അത് ഓർത്തിരുന്ന ഒരുപാട് ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾ അന്തങ്ങളായിട്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് കുറെ സമയം പോവും, കുറച്ച് എന്റർടൈൻമെന്റ് കിട്ടും എന്നല്ലാണ്ട് ആ എന്റർടൈൻമെന്റിൽ പോലും നിങ്ങൾക്കൊരു അതിനകത്തൊരു സത്യസന്ധത കൂടെ നിങ്ങൾ കാണിക്കും. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാനായിട്ട് നിങ്ങൾ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അനുമോളുടെ കഞ്ഞിക്കലം കിച്ചൺ വിഷയമാണ്. അത് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ആ ഒരു ടോപ്പിക്കിനെ പറ്റി. സാബുമാൻ ആ ഒരു പയർ വിഷയത്തിനകത്ത് സാബുമാൻ ഇടപെടുന്നുണ്ട്. ഓക്കെ, പിന്നെ സാബുമാനെ പറ്റി നെവിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സാബുമാന്റെ ഒരു ഡബിൾ സ്റ്റാൻഡിനെ പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം റിവ്യൂവിനകത്തും പറഞ്ഞ കാര്യമാണ്. സാബുമാൻ എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ ആരെങ്കിലും എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെവിൻ മാത്രമാണ്, വേറെ ആരും അത് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സാബുമാന്റെ ആ ഒരു ജെന്റിൽമാൻ ഗെയിമിൽ പെട്ടുപോയിട്ടുണ്ട്. സാബുമാൻ ഭയങ്കര ജെന്റിൽമാൻ ആണെന്നും ഒന്നിനും പ്രതികരിക്കത്തില്ല, ഒരു പാവമാണെന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണെന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മനസ്സിലേക്ക് അങ്ങനെയല്ലല്ലോ ഗെയിം കളിക്കേണ്ടത്. അല്ലല്ല, അത് എല്ലാവരുടെ മനസ്സിൽ ആ സാധനം കയറിപ്പോയി. പക്ഷെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത ഒറ്റയാളെന്ന് പറയുന്നത് നെവിൻ മാത്രമാണ്. നെവിൻ ഇത് പക്കയായിട്ട് യൂസ് ചെയ്ത് അത് കൊടുക്കേണ്ട സാധനത്തിന് നെവിനോടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ മറ്റേ സാബുമാൻ മറ്റേ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം സാബുമാന് മനസ്സിലായി തന്നെ ഇവിടെ എക്സ്പോസ് ചെയ്യുന്ന ഒറ്റയാളെന്ന് പറയുന്നത് നെവിൻ മാത്രമാണ്. സാബുമാൻ നന്നായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രാപ്പിൽ സാബുമാൻ എക്സിസ്റ്റ് ചെയ്തില്ല ഒരുപാടൊന്നും ബിഗ് ബോസിനകത്ത്. മേ ബി ഈ ആഴ്ച പുറത്തു പോവാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സാബുമാൻ പുറത്തു പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് എവിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, നാളത്തെ എവിക്ഷനകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു പോകാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നത് സാബുമാനെയാണ്. കാരണം ഈ ആഴ്ച സാബുമാന് പ്രത്യേകിച്ച് ഇവിടെ കോണ്ടന്റുകളില്ല. അതിലേക്ക് നൂറയുടെ വോട്ട് കിട്ടും, ആകെ ചെറുപയർ കിട്ടിയില്ലെന്നുള്ളതല്ലാതെ ഇന്നൊരു ഈ ആഴ്ച ഞാനൊന്നും കണ്ടിട്ടില്ല, വേറെ കോണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ നെവിൻ പിടിച്ച് എക്സ്പോസ് ചെയ്ത് വിട്ടത് മാത്രമാണ് സാബുമാൻ ആപ്പാടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നോമിനേഷന്റെ കാര്യമാണ്. നമുക്കറിയാവുന്ന ബിഗ് ബോസ് വെച്ചിട്ട് ടിക്കറ്റ് ഫിനാലെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച എല്ലാവരും നോമിനേറ്റഡ് ആണ്.
പക്ഷേ ഇന്ന് ഇവർ പറഞ്ഞൊരു കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവരിപ്പോഴും ഇപ്പോൾ നോമിനേഷൻ ഹോൾ നോമിനേഷൻ അല്ലെന്ന് വെച്ചോ, ഐ മീൻ എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടില്ല എന്നാണെങ്കിൽ ഈ ആഴ്ചത്തെ നോമിനേഷനകത്ത് മാക്സിമം പോയൊരു 3 പേരെ വരുള്ളൂ. നെവിൻ വരും, അക്ബർ വരും, മേ ബി വേറെ ഒരാൾ കൂടെ ആരെങ്കിലുമൊക്കെ നെവിനും അക്ബറും കൂടെ പ്ലാൻ ചെയ്ത ഒരാളെ നോമിനേഷനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവരും വരും. അതായത് ഈ ഹൗസ് മേറ്റ്സ് ഇപ്പോൾ ഷാനവാസ് എണീറ്റെന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നെവിനെയും അക്ബറിനെയും മാത്രമേ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അനുമോൾ പറയുന്നുണ്ട് നെവിനെ അക്ബറെ നോമിനേഷനകത്ത് ഇട്ട് കഴിഞ്ഞ് രണ്ടുപേരും പോകേണ്ട ആൾക്കാർ അതുകൊണ്ട് ഒരു പോകുന്നു അനുമോൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഒരു പ്ലാൻഡ് നോമിനേഷൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് അക്ബർ നെവിനും പറഞ്ഞത് സത്യമാണ്. കാരണം ഇവർ ഉദ്ദേശിച്ചിരുന്നത് നെവിനെയും അക്ബറിനെയും മാത്രം നോമിനേഷനകത്ത് കൊണ്ടുവരാം, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരാൾ പുറത്തു പോകും. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ഡേ 1 തൊട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഇത്ര നല്ലൊരു നോമിനേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഈ സീസണിലുള്ള ആൾക്കാരുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ എങ്ങനെയാണ്? അവസാന നിമിഷം വരെയും ഇയാൾ ക്യാപ്റ്റൻ ആയാൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, സ്വഭാവം നന്നാവുന്നൊന്ന് നോക്കട്ടെ. അല്ല എന്താ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആകാത്തവരാകട്ടെ, അവർക്ക് അവർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോമിനേഷന് വരത്തില്ല എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അതാണ് അവർക്ക് ക്യാപ്റ്റൻ. ഇവര് ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് നോമിനേഷനിൽ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു മിനിമം ബോധം പോലും ഈ കൂടുതൽ ആർക്കും ഇല്ല. ജയിലിൽ പിടിച്ചിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവരെങ്ങനെയാ ജയിൽ നോമിനേഷൻ ചെയ്യുന്നത്? എങ്ങനെയാ? ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച ആളെ പിടിച്ച് ജയിലിൽ പിടിച്ചിടും, ഒരു ഉണ്ടയും ചെയ്യാത്ത ആളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി മാറ്റും. അത്ര ഫ്ലോപ്പാണ്. ആ ആൾക്കാരാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ അക്ബറും നെവിനും മാത്രമാണ് നോമിനേഷനകത്ത് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വേറെ അനുമോളോടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ വിഷയത്തിന്റെയും ഈ റണ്ണിങ് വീക്ക് അല്ല, അതിന് മുന്നേയുള്ള ആഴ്ചത്തെ എല്ലാ വിഷയത്തിന്റെയും മൂല കാരണം എന്ന് പറയുന്നത് ആദിലയും നൂറയും അനുവാണ്. അവരാണ് ഈ സാധനം പിരികേറ്റി വിടുന്നത്. അവരുണ്ടാക്കി വെച്ച ഇഷ്യൂവിന്റെ ബേസിൽ 3 ക്യാപ്റ്റന്മാരും കൂടെ അത് കൊളവാക്കുവാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അവന്മാർ മാത്രമല്ല പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. നൈസായിട്ട് എല്ലാവരും അവിടെ ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ അവരുടെ നിൽക്കുകയും ചെയ്യും. അത് വേറെ കേസ്. അത് ഞാൻ എന്റെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇഷ്യൂ ഉണ്ടാക്കി അവരുടെ ഗെയിമാണ്. ആദിലയും നൂറ അനുമോളും കൂടെ നൈസായിട്ട് ഈ ക്യാപ്റ്റന്മാർക്കെതിരെ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ക്യാപ്റ്റന്മാർ തിരിച്ചങ്ങോട്ട് വേണ്ടാതിനൊക്കെ കാണിക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം നെവിന്റെ കൺട്രോളും കയ്യിൽ നിന്ന് പോയി. നെവിനാണെങ്കിൽ അനാവശ്യമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ച് അപ്പോട് കുളവാക്കി എല്ലാം കയ്യിൽ നിന്ന് കൊണ്ട് കളയുകയും ചെയ്തു. ആ പരിപാടി ആൾക്കാർ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതാണ് എന്തായാലും കൊള്ളാം. അപ്പോൾ അക്ബർ പറഞ്ഞ ഒരു പോയിന്റാണ്, നോമിനേഷൻ വെച്ചിരുന്നു കഴിഞ്ഞെങ്കിൽ അക്ബറും നെവിനും മാത്രമേ നോമിനേഷൻ എടുത്ത് വരത്തുള്ളൂ, കൂടിപ്പോയ വേറൊരാളോട് വരും. അപ്പൊ ഇവർ തന്നെ ആരെങ്കിലും എവിറ്റായി പോവുകയും ചെയ്യും. ഈ സാബുമാനൊക്കെ അപ്പോഴും വേണമെങ്കിൽ അവിടെ നിൽക്കും, വേണേൽ ടോപ്പ് 5 വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് ഇപ്പോഴും ടിക്കറ്റ് ഫിനാലെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് അറിയാൻ വയ്യ, ഇവര് ബിഗ് ബോസ് കാണാത്ത ആൾക്കാരത് കൊണ്ടാണോ? ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ടോപ്പ് 5 എൻട്രി അല്ല, ഫിനാലെ വീക്കിലേക്കുള്ള എൻട്രി ആണ്. അവിടുന്ന് ഒരാള് ആ മിഡ് വീക്കിലോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ സാറ്റർഡേ എപ്പിസോഡിലൊക്കെ പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ടിക്കറ്റ് ഫിനാലെ ടോപ്പ് 5 ആണെന്നോ എന്താണെന്നോ അവർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ പേരിൽ ഇപ്പൊ മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ നൂറ, അനുമോൾ, ആദില വിഷയം ഒന്ന് ചർച്ചയാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് വരും. അപ്പൊ ആകെ മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയത് അനുമോളാണ്. വീണ്ടും അനീഷ്, ഞാൻ ഈ പറഞ്ഞു പോയതൊക്കെ എപ്പിസോഡിലെ ഓരോരോ ടോപ്പിക്കുകൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തിട്ടുള്ള. ഇപ്പൊ നെവിനാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അവിടെ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം സാബുമാനാണെങ്കിൽ ഇന്നത്തെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ മുണ്ടൂരി പോയി. സാബുമാന്റെ ഇടയ്ക്ക് മുണ്ടൂരി പോയായിരുന്നു. അപ്പൊ മുണ്ടെടുത്തപ്പോ സാബുമാനെ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടി. അതല്ലാണ്ട് സാബുമാൻ ഈ ആഴ്ച എനിക്കറിയാൻ വയ്യ എന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും എനിക്കറിയാൻ വയ്യ. അവൻ ചെക്കൻ എന്തായാലും പോട്ടെ. അപ്പോ അനീഷിന്റെയും അനുമോളുടെയും ആ ഒരു പരിപാടിയാണ് എപ്പിസോഡിന്റെ ഹാഫ് ടൈം ഉണ്ടായിരുന്നത്. ഒരു പകുതിയും അത് തന്നെയായിരുന്നു. അത് അനുമോൾക്ക് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. അനുമോള് കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ അത് കണ്ടായിരുന്നോ? അനുമോള് പറയുന്നുണ്ടായിരുന്നു, അനീഷ് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടെങ്കിലും പറഞ്ഞാലും മതിയായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട്. കാരണം അതൊരു വാസ്തവമാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അനീഷിന് കുറച്ചുകൂടെ അനീഷിന്റെ ഒരു താല്പര്യം ഉണ്ട്. ഇനി പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അനീഷ് ഈ താല്പര്യം കൊണ്ട് ഇനി നടക്കൂല എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ട കാര്യം. അത് ബിഗ് ബോസ് അനീഷിന് ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. ഒരു ഗുണവും അന്വേഷണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്. എനിവേ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ നാളെ വിക്റ്റാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ അനുമോള മാത്രമാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഈ ആഴ്ചത്തെ നോമിനേഷനകത്തുനിന്ന് സേവ് ചെയ്തിരിക്കുന്നത്. ബാക്കി 6 പേരിൽ നിന്ന് ആര് പുറത്തു പോകും എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം ഗൈസ്. അത് കണ്ടു തന്നെ അറിയേണ്ടി വരും.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പ് 5 ആരൊക്കെയായിരിക്കും? ആരൊക്കെയാണ്? നിന്റെ ടോപ്പ് 5 ആരാ പറഞ്ഞത്? എനിക്ക് അനു, അനീഷ്, ഷാനവാസ്, പിന്നെ എന്റെ ആഗ്രഹം അതില് അക്ബർ വരണോ, പിന്നെ അതിൽ പറഞ്ഞു അതിലൊന്നൂറല്ലേ 100 വരുള്ളൂ, അതിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം എനിക്ക് അക്ബർ വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പേഴ്സണലി ആൾക്കാർ കൂടിയിട്ട് 100 അതിലേക്കാൾ കുറച്ചുകൂടെ അക്ബർ മോശം ഒരു പ്ലെയർ അല്ല. എങ്ങനെ കളിക്കുന്നെന്ന് ആ കൂട്ടത്തിൽ കളിച്ചിട്ടുള്ള ഒരാള് അക്ബറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ അവിടെ ബിഗ് ബോസ് നിൽക്കുന്ന ആൾക്കാരിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ആൾക്കാർ കാണുമ്പോഴത്തേക്കും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ നമ്മൾ ബിഗ് ബോസിൽ പോയത് നമുക്ക് മനസ്സിലാവും. അവിടെ ഒരു പവർഫുൾ ആയിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ മിണ്ടുകയും പറയുകയും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാള് അക്ബറാണ്. വേറെ ആരോട് പറയാൻ പറഞ്ഞു, അക്ബറും ആദിലായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിർത്തതും അത് കഴിഞ്ഞ ദിവസം വന്ന അനുമോളാണെങ്കിൽ തന്നെ അക്ബറിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്നോടുള്ള പോക്കൃത്തരം മൊത്തം കാണിച്ചു വിട്ടിട്ട് ഞാൻ ക്ഷമിച്ചെന്ന്. അതൊക്കെ അനുമോളുടെ കാഞ്ഞ ബുദ്ധിയിലുണ്ടായ സംഭവങ്ങളാണ്. അതാണ് ആ അനുവിന്റെ മനസ്സ്. അതെ 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 അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ടോപ്പ് 5 ഇപ്പൊ അച്ഛൻ്റെ ടോപ്പ് 5 അച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടോപ്പ് 5 നിങ്ങളും കമന്റ് ചെയ്യൂ ഗൈസ്. എന്റെ ടോപ്പ് 5 ഞാനും കമന്റ് ചെയ്യാം. അല്ല, ഞാനും ഓൾറെഡി ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ടോപ്പ് 5 എന്താണെന്നുള്ള കാര്യം. ഇനിയിപ്പോ അനീഷിന്റെ ഒരു ലവ് ട്രാക്ക് അനീഷിനെ എങ്ങനെ തിരിഞ്ഞു കുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ വരുന്ന ഫിനാലെ വീക്കിലുണ്ടല്ലോ, ഹൗസ് മേറ്റ്സ് ഒക്കെ തിരിച്ച് കേറുമല്ലോ, ആ സമയത്ത് അനീഷിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഇതും പറയാൻ പറ്റത്തില്ല. നമുക്ക് അതൊന്നും കാര്യത്തിൽ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. പഴയ ആൾക്കാർ കേറുമ്പോ അവർ അനുമോളെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ, കാരണം അവിടെ ഇറങ്ങിപ്പോയ ഓരോരുത്തർക്കും ഓരോ ഇൻസിഡന്റ് ഉണ്ട്, അനുമോളായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ അവര് അനുമോളെ സപ്പോർട്ട് ചെയ്യില്ലെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം, നോക്കിയിട്ട് ബാക്കി നമുക്ക് കാണാം.